ഹലോ നമസ്കാരം, ഞാൻ അമ്മു. ഇന്ന് നമ്മുടെ നാട്ടിലെ കൃഷി ഇറക്കുകയാണ്. നമ്മളുടെ അവിടെ അതെ, ഇന്ന് ഞാറുനടിയിലാണ്. അപ്പോൾ പണിക്കാരായിട്ട് കുറേ ബംഗാളി ചേട്ടന്മാരുണ്ട്. അവർക്ക് രാവിലെ കഴിക്കാൻ കഞ്ഞിയും ചോറൊന്നും താല്പര്യമില്ല. അവർക്ക് പൊറോട്ടയും മസാലക്കറിയും മതിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊറോട്ട എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനത് ഏട്ടനോട് കടയിൽ നിന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അതിലേക്കുള്ള മസാലക്കറി പ്രിപ്പറേഷനാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് കുനുകുനെ അരിഞ്ഞ് വെച്ച നമ്മളുടെ സബോള ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റുക. അങ്ങനെ സബോള വഴണ്ടി വരാൻ വേണ്ടി അതിലേക്ക് ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയാൽ വേഗം വഴണ്ടി കിട്ടും കേട്ടോ. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലയെന്നറിയാം, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ നന്നായി വഴണ്ടി വരുന്ന സബോളയിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റംസായ കുറച്ച് കാര്യങ്ങളില്ലേ, അതായത് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, സബോള, അതുപോലെ പച്ചമുളക്, ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒരു കറക്ക് ഇറക്കി നമ്മളുടെ വഴണ്ടി വന്നിട്ടുള്ള സബോളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിപ്പൊടി, മസാലപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയും കൂടെ ചേർത്തിളക്കുക. ഈ മസാലപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ പൊളിച്ചെടുക്കുന്ന മസാലപ്പൊടി ആട്ടോ നല്ലത്. അതിനുശേഷം കുറച്ച് തക്കാളി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ മസാലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അങ്ങനെ ഇളക്കി ആ മസാലയൊക്കെ നല്ല രസമായിട്ട് നല്ല മണമൊക്കെ വന്ന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ഈ ഹിന്ദിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമില്ലേ, എന്താണെന്നറിയോ? നമ്മുടെ ഉരുളക്കിഴങ്ങേ, പൊട്ടറ്റോ. ആ പൊട്ടറ്റോയും അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടിയിട്ട് ഒരു മിക്സഡ് വെജിറ്റബിൾ കറി ആട്ടോ തയ്യാറാക്കുന്നത്. അതങ്ങോട്ടിട്ട് ഇളക്കി കുറച്ച് മല്ലിയിലയൊക്കെ തൂവി ഗ്യാസ് ഒന്ന് സിമ്മിൽ ഒരു 5 മിനിറ്റ് ഇട്ട് അത് നന്നായി ഒന്ന് തിളച്ച് പാകമാകുമ്പോൾ അടിപൊളി മസാലക്കറി റെഡി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു.